ഞാൻ തിരുവല്ലയിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ വരാനുണ്ടായ കാരണം എനിക്ക് തലവേദനയാണ്, ഭയങ്കര തലവേദന. അത് മാറുന്നില്ല. ഞാൻ പോകാത്ത ഹോസ്പിറ്റലുകളില്ല. അങ്ങനെ എൻ്റെ അനിയത്തിയോട് ഒരാൾ പറഞ്ഞു, ഇവിടെ ഇന്നൊരു പള്ളിയുണ്ട്, ഇവിടെ വരണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തപ്പോൾ ആദ്യം എൻ്റെ തലവേദനയുടെ കാര്യം ഞാൻ എഴുതാൻ തന്നെ വിട്ടുപോയി. കാരണം വീട്ടിലുള്ള കാര്യങ്ങളും ബുദ്ധിമുട്ടും കൂടെയുള്ളവരെ എല്ലാതും എഴുതി. രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പം ഇവിടെ ആൾക്കാർ അച്ഛനെ കാണാൻ നിൽക്കുന്നത് കണ്ടു. അങ്ങനെ ഞാൻ ഇവിടെ ടോക്കൺ എടുത്തു. രണ്ടാമത്തെ ഉടമ്പടി പുതുക്കാൻ നേരം അതും എഴുതി വെച്ചു. അച്ഛനെ കാണാൻ പറ്റി. അച്ഛൻ തൈലം തൂത്ത് തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചു. വീട്ടിൽ ചെന്ന് അത് കുറേ കഴിഞ്ഞപ്പം വീട്ടിൽ ചെന്നതിന് ശേഷം നല്ല അമ്മയോട് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എല്ലാം നല്ല സുഗന്ധമാണ് മുറിക്കകത്തെല്ലാം. ഇപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു പിറ്റേ ദിവസം വെയിൽ ഉറച്ചപ്പം ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി. അപ്പോഴും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ അമ്മയുടെ കാര്യം മനസ്സിൽ ഓർത്തതേ ഉള്ളൂ. പെട്ടെന്ന് ആ മണം മുറിക്കകത്തെല്ലാം നിറഞ്ഞു. ആ വന്ന തലവേദന പിന്നെ ഈ നിമിഷം വരെ എനിക്കുണ്ടായിട്ടില്ല. 13 വർഷമായിട്ടാണ് ഞാനത് അനുഭവിച്ചുകൊണ്ടിരുന്നത്. പോകാത്ത ഹോസ്പിറ്റലുകളില്ല, ചെയ്യാത്ത ചികിത്സയില്ല. അവസാനം അവർ ഒത്തിരി ഓപ്പറേഷൻ വരെ പറഞ്ഞു. മൂക്കിന് വളവുണ്ട്, തലയ്ക്ക് എത്ര സ്കാൻ ചെയ്തെന്ന് പോലും എനിക്കറിയത്തില്ല. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് യൂട്രസിലൊരു മുഴയുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴും ഇത് തന്നെ പറയുന്നത്, അത് പിന്നെ വലിയ മുഴയാണ്, നിങ്ങൾ ഓപ്പറേഷൻ ചെയ്തേ പറ്റത്തുള്ളെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ മരുന്ന് കഴിക്കാൻ പറഞ്ഞു. മരുന്നും കഴിച്ചു. ഇവിടെ വന്ന് അതും പ്രാർത്ഥനയിൽ വെച്ചു. എന്തായാലും ഇവിടെ വന്ന് പിന്നത്തെ സ്കാനിങ്ങിന് ചെയ്തപ്പം അവർ നോക്കിയപ്പോൾ അങ്ങനെ അതിൻ്റെ യൂട്രസ് മുഴയുടെ ഒന്നുമില്ല അതിനകത്ത്. അതും അമ്മ എനിക്ക് സുഖപ്പെടുത്തി തന്നു. പിന്നെ അടുത്തത് 2024 പുതുവർഷം പറഞ്ഞപ്പോൾ ഞാൻ രാവിലെ ആഗ്രഹിച്ചു, അമ്മ മാതാവ് ഒന്ന് വന്നിരുന്നെങ്കിൽ, എൻ്റെ വീട്ടിൽ 1-ാം തീയതി വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അപ്പം അങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചിട്ട് ഞാൻ വീടിനുള്ളിലേക്ക് കയറിയപ്പം പെട്ടെന്ന് ഒരു അമ്മ വാതിൽക്കൽ വന്നിട്ട് വിളിച്ച്, മോളെ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി, എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു, മോളെ എൻ്റെ ഭർത്താവ് സുഖമില്ലാതെ പരുമല ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, എനിക്ക്